ഇതാണ് ഇവിടുത്തെ ഏറ്റവും പ്രായമുള്ള വഴുതന എന്ന് പറയുന്നത്. ഇത് ആദ്യകാലത്ത് നമ്മളിവിടെ കൊണ്ട് നട്ടയാണ്. ആദ്യകാലം എന്ന് വെച്ചാൽ ഒരു 3 വർഷത്തോളമെങ്കിലും ആയിട്ടുണ്ട്. ഇത് ഉണ്ട്, ഇപ്പോഴും അതിനകത്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ടേയിരിക്കുക. ഹലോ, നമസ്കാരം. ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. മെറിനാണ് ക്യാമറയൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വഴുതനങ്ങ കൃഷി തന്നെയാണ്. വഴുതനങ്ങ കൃഷിയിൽ ഇന്ന് നമ്മളൊരു ടിപ്സാണ് പ്രയോഗിക്കുന്നത്. ആ ടിപ്സ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ വഴുതനയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നുണ്ടോ, നമുക്ക് കൂടുതൽ കാ കിട്ടുന്നുണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പം നമ്മുടെ വഴുതനയിലൊക്കെ നമുക്ക് ഇഷ്ടം പോലെ കാ പിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്തെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പം നേരത്തെയൊക്കെ ഞാൻ പെട്ടെന്ന് കാ പിടിക്കുന്നതിന് വേണ്ടിയിട്ടും പൂക്കൾ കൊഴിയാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും പല വീഡിയോകളും കാണിച്ചിട്ടുണ്ടായിരുന്നു. പുകയ്ക്കുന്നതും അതേപോലെ തന്നെ പല വളപ്രയോഗങ്ങളും ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് കുറേ ശിഖരങ്ങൾ വരാനായിട്ടും അതേപോലെ തന്നെ ഓരോ ശിഖരങ്ങളിലും ഇഷ്ടം പോലെ കാ പിടിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കുകളാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ആ ടിപ്സും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ വഴുതനങ്ങയൊക്കെയാണ് നിൽക്കുന്നത്. ഇപ്പം തക്കാളി വഴുതനയുണ്ട്, ഇപ്പോൾ ഇത് വെള്ള വഴുതനയാണ്, വെള്ള ഉണ്ട വഴുതനയുണ്ട്, പിന്നെ വയലറ്റ് വഴുതനയുണ്ട്. ഇപ്പോൾ ഒരു 5-6 ടൈപ്പ് വഴുതന നമ്മുടെ വീട്ടിലിപ്പോൾ ഉണ്ട്. ഇപ്പം ദാണ്ട ഇങ്ങനെയൊക്കെ നല്ല ആരോഗ്യത്തോടെ വളർന്നു വരികയാണ്. അതിൻ്റെ ഇലയ്ക്കൊന്നും യാതൊരു കുഴപ്പമില്ല, കണ്ടോ. അപ്പം നമ്മുടെ വീട്ടിൽ ഉള്ളതായ വളങ്ങൾ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ പലതരത്തിലുള്ളതായ വളങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. എന്നുവെച്ചാൽ നമ്മുടെ കിച്ചണിലെ വേസ്റ്റ് വെച്ചിട്ട് തന്നെ നമ്മൾ പല വളങ്ങളും ജൈവ വളങ്ങൾ തന്നെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം പിന്നെ ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിലും വളം വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിലും നമ്മുടെ വീട്ടിൽ നമ്മൾ വേസ്റ്റാക്കി കളയുന്നതായ സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് നമ്മുടെ കൃഷികൾ നമുക്ക് ഭംഗിയായിട്ട് നടത്താനായിട്ട് സാധിക്കും. ഇപ്പം എൻ്റെ വീട്ടിലിപ്പോൾ എനിക്ക് വേസ്റ്റ് തികയുന്നില്ല. ഇപ്പം ഞാൻ എബിനോട് പറയുമായിരുന്നു, ഇനിയിപ്പോൾ അയല വീട്ടിലൊക്കെ ഇനി വേസ്റ്റ് എടുക്കാൻ പോകേണ്ടി വരുമോ എന്നുള്ളത്. അത്രമാത്രം നമ്മൾ ഈ വേസ്റ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ നമ്മുടെ കൃഷികളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം വേസ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പച്ചക്കറികൾ തന്നെ എടുത്ത് പിന്നെ പാചകമൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് അധികം വേസ്റ്റ് വരുന്നില്ലല്ലോ. ഇപ്പോൾ ഒരു തോരനും മെഴുക്ക് പുരട്ടി, ഒരു മീൻകറി, മോര് അല്ലെങ്കിൽ ഒരു രസം അങ്ങനെയൊക്കെയാണല്ലോ. അപ്പം കടകളിൽ നിന്നൊക്കെ നമ്മൾ പച്ചക്കറി മേടിക്കുമ്പോൾ അതെല്ലാം കൂടെ ഒക്കെ കൊത്തി വരുമ്പം കുറേ കാണുമല്ലേ. അപ്പോൾ അതെല്ലാം കൂടെ കൊണ്ടുവന്ന് നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ ഒഴിക്കരുതെന്ന്, യാതൊരു കാരണവശാലും ഒഴിക്കരുതെന്ന് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ കൊണ്ടൊഴിച്ചാൽ ഇതിൻ്റെയൊക്കെ തണ്ട് ചീഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. ഈ തണ്ട് പിന്നെ ഒരുപാട് കൊണ്ടുവന്ന് ഇതിൻ്റെ ചുവട്ടിലൊന്നും ഒഴിക്കരുത്. അത് നമ്മൾ സെലക്ട് ചെയ്യുന്നതായ സാധനങ്ങൾ മാത്രമേ ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കമ്പോസ്റ്റാക്കി മാറ്റണം. എന്ന് വെച്ചാൽ ഒരിടത്ത് കൂട്ടിയിട്ടിട്ട് അല്ലെങ്കിൽ ഒരു ബക്കറ്റിനകത്താക്കിയിട്ട് അല്ലെങ്കിൽ ഒരു കലത്തിനകത്താക്കിയിട്ട് നമുക്കത് കമ്പോസ്റ്റാക്കിയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഈ കമ്പോസ്റ്റ് ആക്കുമ്പോൾ പുഴു ഉണ്ടാകുമെന്നൊക്കെ കുറേ പേര് പറയാറുണ്ട്. ഈ കമ്പോസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ പുഴു ഉണ്ടെങ്കിൽ മാത്രമേ കമ്പോസ്റ്റ് ആവുകയുള്ളൂ. അപ്പോൾ അത് പിന്നെ അതിന് വേണ്ടിയിട്ട് ഈ പുഴു കൂടുതൽ കാണുമ്പോൾ നിങ്ങൾ എപ്പോഴും ചെന്ന് ഈ പുഴുവിനെ കാണാനായിട്ട് എന്ന് തുറക്കാതിരിക്കുക. അത് നമ്മൾ പിന്നെ സാധനങ്ങൾ ഇട്ട് അടച്ചു വെച്ചിരുന്നാൽ അത് അവിടെ ഇരുന്ന് ആ പുഴുവാണ് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടത്തി തരുന്നത്. അത് പിന്നെ ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ 10 ദിവസം കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്താൽ, എന്നിട്ട് നമ്മൾ ഓരോട്ടം തുറക്കുമ്പോൾ ഒരു 1-2 പിടി മണ്ണും കൂടെ അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്താൽ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ അത് നമുക്ക് പൊടിഞ്ഞ് കിട്ടും. അപ്പം കുറേ വീട്ടിൽ അങ്ങനെ കമ്പോസ്റ്റ് ഇരിപ്പുണ്ട്. ഇപ്പോൾ ഈ കമ്പോസ്റ്റ് നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നതെന്ന് ചിലർ ചോദിക്കാറുണ്ട്. മിനി കമ്പോസ്റ്റിനെ കുറിച്ച് പറയുന്നില്ലല്ലോ എന്ന് പറയാറുണ്ട്. ഈ കമ്പോസ്റ്റ് എപ്പോഴും നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ചാണകം ഇല്ലാത്തവർക്ക് ഈ കമ്പോസ്റ്റ് തന്നെ കൊടുക്കാം, അത് യാതൊരു കുഴപ്പമില്ല. ഇനി ഞാൻ ചാണകം പറയുന്നത് കൊണ്ട് നിങ്ങൾ ചാണകം മാത്രം പോയി വാങ്ങിക്കണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഈ കമ്പോസ്റ്റ് വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ കൃഷി ചെയ്യാം. അപ്പോൾ ആഴ്ചയിൽ 1-2 തവണ നമ്മുടെ കൈക്ക് 1-2 പിടി നമ്മൾ ഈ ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ ചെടികൾക്കും നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. നല്ലതുപോലെ നമുക്കതിൽ നിന്ന് കായകളൊക്കെ കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ വഴുതനങ്ങയ്ക്ക് ഇഷ്ടംപോലെ കൊമ്പുകൾ വരാൻ വേണ്ടിയിട്ട് എന്ത് വേണമെന്നറിയാമോ, ഇതിൻ്റെ മണ്ടഭാഗം ഇത്രയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളിതിൻ്റെ മണ്ടഭാഗം ഒന്ന് ഉള്ളി കൊടുക്കണം. ഞാനത് തറയിലായതുകൊണ്ട് 2 എണ്ണം നട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഈ മണ്ടഭാഗം ഒന്ന് നുള്ളി കൊടുക്കാം, കണ്ടോ. മണ്ടഭാഗം ഒന്ന് നുള്ളി കൊടുത്തിട്ട് പിന്നെ ഞാൻ കഴിഞ്ഞ വീടുകളിലൊക്കെ പറയുന്ന മാതിരി അതിൻ്റെ കൈയും കാലും ഒക്കെ ഒടിച്ച് കളഞ്ഞിട്ട് പിന്നെ അനങ്ങാതെ പോയി കിടന്ന് ഉറങ്ങിയാൽ അത് ഉണങ്ങിപ്പോകത്തേ ഉള്ളൂ. അപ്പം നമ്മൾ ഇതിന് ആവശ്യമായ വെള്ളവും കൊടുത്തിട്ട് അതിന് വേണ്ടതായ വളവും കൊടുത്തിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. ഇങ്ങനെ നുള്ളിക്കളഞ്ഞാൽ അവർ അവിടെ നിന്നങ്ങ് ഉണങ്ങിപ്പോവും. അതുകൊണ്ട് അവർക്ക് വെള്ളം കൊടുക്കണം, പിന്നെ വേണ്ടതായ വളമൊക്കെ ഇട്ട് കൊടുക്കണം. ഇത് നമുക്ക് ജൈവ സ്ലറി ഒഴിച്ചു കൊടുക്കാം. പിന്നെന്ന് വെച്ചാൽ കടലപ്പിണ്ണാക്ക്, ഈ ജൈവ സ്ലറി ഉണ്ടാക്കാൻ പറ്റാത്തവർ കുറേ പേരുണ്ട്. കാരണം ചാണകം ഒന്നും കിട്ടാത്തവരുണ്ട്. അതിന് നിങ്ങൾക്ക് ഈ കടലപ്പിണ്ണാക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ കടലപ്പിണ്ണാക്ക് കഞ്ഞിവെള്ളത്തിനകത്ത് പുളിപ്പിച്ചിട്ട് നമ്മുടെ ഈ ചെടികളുടെ ചുവട്ടിൽ കൊണ്ടുവന്ന് ഒഴിക്കാം. ഈ കടലപ്പിണ്ണാക്ക് പുളിപ്പിക്കുമ്പോൾ അതിനകത്ത് ഒരു നാരങ്ങ വലിപ്പത്തിൽ ശർക്കരയും കൂടി ഇട്ടാൽ നല്ല ഗുണം കിട്ടുകയും ചെയ്യും. നമ്മുടെ മണ്ണിൽ നല്ല സൂക്ഷ്മ മൂലകങ്ങളുണ്ടാവുകയും നല്ല വളക്കൂറ് നമ്മുടെ മണ്ണിനുണ്ടാവുകയും അതിനനുസരിച്ച് നമുക്ക് നല്ല ഫലം ഇതിനകത്ത് നിന്ന് കിട്ടുകയും ചെയ്യും.
പിന്നെ നിങ്ങൾക്ക് ഇതില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കിച്ചണിലെ വേസ്റ്റ് നമ്മൾ അടിച്ച് കലക്കി ഒഴിക്കുമ്പോൾ അതിനകത്ത് ഒരു പിടി പിന്നെ മുരിങ്ങയിലയും കൂടി ഇട്ട് അടിച്ച് കലക്കി ഒഴിക്കുകയെന്നുണ്ടെങ്കിൽ അതും നല്ലതാണ്. അപ്പോൾ ആഴ്ച 2 ദിവസം നമ്മൾ ജൈവസ്ലറി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ 2 ദിവസം നമുക്ക് കടലപ്പിണ്ണാക്ക് കൊടുക്കുക. അങ്ങനെ 2 ദിവസം വിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, ഒരു കുഴപ്പമില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ജ്യൂസൊക്കെ അടിച്ച് കൊടുക്കാറില്ലേ, ഇപ്പോൾ ഇന്ന് നമ്മൾ പാൽ കുടിക്കുകയെന്നുണ്ടെങ്കിൽ നാളെ ഏത്തയ്ക്ക വെച്ചൊരു ജ്യൂസ് ഉണ്ടാക്കാം, നാളെ അതിനും പിന്നെ ആണെങ്കിൽ നമ്മൾ നാരങ്ങ വെള്ളം കുടിക്കും. അതേപോലെ തന്നെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കുന്നത് പോലെ തന്നെയാണ് ഈ നമ്മുടെ ഓരോ സസ്യങ്ങളെയും നമ്മുടെ ചെടികളെയും നമ്മൾ നോക്കുന്നത്. അവർക്ക് ആവശ്യമുള്ളതായ കാര്യങ്ങൾ നമ്മൾ കൊടുക്കുക, അതിന് ഒരു കുഴപ്പവും സംഭവിക്കത്തില്ല. പക്ഷേങ്കിൽ ഒരുപാട് ആയി പോകാൻ പാടില്ല. നമ്മളാണെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും നമ്മൾ ആവശ്യത്തിന് കൊടുക്കുക. അധികമായാൽ അമൃതും വിഷമെന്നല്ലേ പറയുന്നത്. അപ്പം ആവശ്യത്തിന് കൊടുക്കുക, ആവശ്യത്തിന് അവരെ പരിചരിക്കുക. അവർക്ക് അപ്പം നമ്മൾ വിചാരിച്ച മാതിരിയുള്ള പ്രതിഫലം നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. ഇത് നമ്മൾ തുമ്പ് ഒടിച്ച് നിർത്തിയിരുന്ന സംഭവമായിരുന്നു. ഇപ്പം അതിനകത്ത് വേറെ കൊമ്പുകൾ വരാനായിട്ട് തുടങ്ങി. ഇപ്പം അതിൻ്റെ ശിഖരങ്ങൾ ആവാനായിട്ട് തുടങ്ങി. കണ്ടോ, ഇങ്ങനെ ശിഖരങ്ങളായിട്ട് വരും. അപ്പോൾ ഓരോ ശിഖരത്തിലും നമ്മൾ വിചാരിച്ചതിനപ്പുറം നമുക്ക് കായകളും ഉണ്ടാവും. ഇത് കണ്ടോ, ഇത് ഞാൻ കുറച്ചുകൂടെ ഒരു കുഞ്ഞ് പരുവത്തിൽ അതിൻ്റെ മണ്ട നുള്ളി കൊടുത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിഭാഗത്തൂടെ ഒക്കെ ദണ്ട് എത്ര ശിഖരങ്ങളാണ് വരുന്നതെന്ന് കണ്ടോ. 1 2 3 താഴ്ന്നേ ഇങ്ങനെ കൊമ്പുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. കണ്ടില്ലേ. അപ്പോൾ ഇതിൻ്റെ ഞാൻ ഇങ്ങനെ നുള്ളി കൊടുത്തിട്ട് ദണ്ട് ഇങ്ങനെ ഇലകൾ ഇങ്ങനെ പുതിയ നാമ്പുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അതും കൂടെ കാണിക്കുന്നുണ്ട്. ഇതാരാ അവിടെ ചൊറിയാൻ വന്നേ? ചിന്നുകുട്ടിയാണോ? ക്യാമറയ്ക്കകത്തോട്ടം കയറുമെന്നല്ലേ ചിന്നു? ചിന്നു ക്യാമറ നോക്കിക്കൊണ്ട് നിന്നെയാന്നോ? ഞങ്ങൾ പറയുന്നതൊക്കെ കേട്ടോ? ഞങ്ങൾ പറയുന്നതൊക്കെ കേട്ടോടി. ചുമ്മാതെ നിൽക്കുന്നൊരു ചിന്നും മിന്നും. ബാ, ഇത് തക്കാളി വഴുതനയാണ്. തക്കാളി വഴുതനയിലും ഇതേപോലെ കൊമ്പ് ഒടിച്ചു കൊടുത്തപ്പോൾ ഇഷ്ടം പോലെ പൂക്കളും കായകളും ഒക്കെ വരാനായിട്ട് കണ്ടോ. പൂക്കൾ ഓരോ തണ്ടിലും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പിന്നെ നമ്മൾ ഇത്രയും പൂവൊക്കെ ആയി കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഇതേപോലെ ഒരു മാസമൊക്കെ കഴിയുമ്പോൾ അതിൻ്റെ കൊമ്പ് ഒടിച്ചു കൊടുത്താലും വീണ്ടും ഇങ്ങനെ ശിഖരങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് ഇഷ്ടം പോലെ കായകളും കിട്ടും. കണ്ടില്ലേ, ശിഖരങ്ങൾ ഒടിച്ചു കൊടുക്കും തോറും നമ്മുടെ കായകളൊക്കെ വരുന്നത്. അല്ലെങ്കിൽ ഈ തക്കാളി വഴുതന നീണ്ടങ്ങ് പോവും. കട്ട് ചെയ്ത് നിർത്തണം എല്ലാം. അപ്പം നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ നമ്മൾ ഒപ്പത്തിന് നട്ടയാണ്. കോളിഫ്ലവർ, ക്യാബേജ്, തക്കാളിയും കൂടെ നമ്മൾ ഒരുമിച്ച് നട്ടയായിരുന്നു. അപ്പം നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ പടർന്നിങ്ങനെ വരുന്നുണ്ട്. അതിനകത്ത് ശിഖരങ്ങളൊക്കെ വരാനായിട്ടും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ശിഖരങ്ങൾ വരുന്നതനുസരിച്ച് ഇപ്പോൾ അതിനകത്ത് കണ്ടല്ലോ, ഞാൻ 3 കെട്ട് കെട്ടിയിട്ടുണ്ട്. ഇപ്പം വളരുന്നതിനനുസരിച്ച് കണ്ടോ, പൊക്കം വയ്ക്കുന്നതനുസരിച്ച് നമ്മൾ കെട്ടിക്കൊടുത്തുകൊണ്ടേയിരിക്കുക. കണ്ടല്ലോ, ഞാനിവിടെ ഒരു കെട്ട് കെട്ടിയിട്ടുണ്ട്. ഒരുപാട് ടൈറ്റായിട്ട് പിടിച്ച് കെട്ടിക്കളയരുത്, എൻ്റെ തണ്ട് മുറിഞ്ഞു പോകും. ഒരുപാട് ടൈറ്റായിട്ട് ലൂസായിട്ട് വേണം കെട്ടിയിടാനായിട്ട്. അപ്പം 1 2 3 കെട്ടാണ് ഞാൻ ഇവിടെ കെട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി മുകളിലോട്ട് ശിഖരങ്ങൾ വരുമ്പോൾ, ബ്രാഞ്ചസ് വരുമ്പോൾ നമ്മൾ വീണ്ടും ഈ ബ്രാഞ്ചസിനെയും കൂടെ കെട്ടിക്കൊടുക്കണം. കാരണം അത് തക്കാളിയൊക്കെ വരുമ്പോൾ വെയിറ്റ് കൊണ്ട് ഒടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും പ്രായമുള്ള വഴുതനയെന്ന് പറയുന്നത്. ഇത് ആദ്യകാലത്ത് നമ്മളിവിടെ കൊണ്ട് നട്ടയാണ്. ആദ്യകാലം എന്ന് വെച്ചാൽ ഒരു 3 വർഷത്തോളമെങ്കിലും ആയിട്ടുണ്ട്. ഇത് ഉണ്ട്, ഇപ്പോഴും അതിനകത്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ടേയിരിക്കുക. ഇതൊക്കെ കൊണ്ടാണ് ഇബനും മെറിനൊക്കെ പറയുന്നത് ഇത് കഴിച്ച് കുഴഞ്ഞു പോയെന്ന് പറയുന്നത്. ഉടങ്ങി നിന്നാലും പിന്നെ ഇല വരും, പിന്നെയും കാ വരും. അവരെ അങ്ങനെ നോക്കുന്നത് കൊണ്ടാടേ. അപ്പോൾ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് നിങ്ങൾ വഴുതന ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ലതുപോലെ ഇഷ്ടം പോലെ വഴുതനകൾ നമുക്ക് കിട്ടുന്നതായിരിക്കും. വഴുതന വിത്തുകൾ താമസിയാതെ എല്ലാവർക്കും തരാൻ കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ പഴയ വഴുതനയൊക്കെ നിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പ് ഇങ്ങനെ കോതി കൊടുത്താൽ നല്ലതുപോലെ അതിനകത്ത് വഴുതനങ്ങയൊക്കെ പിടിച്ചോളും. കണ്ടില്ലേ, നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്ത് നല്ലൊരു പിടുത്തം പിടിക്കും. വീണ്ടും കുറേ കൂടെ കഴിയുമ്പം വീണ്ടും നമ്മൾ അതേപോലെ കട്ട് ചെയ്ത് നിർത്തണം. അപ്പോൾ അതിനകത്ത് ഇഷ്ടം പോലെ പിന്നെ ഇങ്ങനെ പിടിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പം 2-3 വർഷമൊക്കെ ആയ വഴുതനങ്ങയുടെ തൈ എൻ്റെ നിൽപ്പുണ്ട്. അതിനെ ഇപ്പോഴും കട്ട് ചെയ്ത് കൊടുത്താൽ അതിനകത്ത് കായൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പം നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കുന്നത് പോലെ വേണം നമ്മൾ കൃഷി ചെയ്യാനായിട്ട്. നമ്മളിൽ ഒരാളായിട്ട് വേണം നമ്മുടെ ഈ ചെടികളെയൊക്കെ കരുതാനായിട്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്നുള്ള ശരിക്കുമുള്ള പ്രതിഫലം നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പം കയ്യോ കാലോ ഒക്കെ ഒടിഞ്ഞ് നമ്മളിരുന്നാൽ നമ്മൾ നല്ല ഭക്ഷണം കഴിച്ചാൽ മാത്രമേ നമ്മുടെ എല്ലുകളൊക്കെ ഊറി വരികയുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ മണ്ടയൊക്കെ ഒടിച്ചു കൊടുത്തിട്ട് വെറുതെ ഇരുന്നാലും നമുക്ക് കൂടുതൽ വഴുതനങ്ങ കിട്ടുമെന്ന് കരുതി ആരും ഇരുന്നേക്കരുത് കേട്ടോ. നമ്മുടെ ഈ വളപ്രയോഗങ്ങളൊക്കെ നിങ്ങൾ ആഴ്ചയിൽ 2 ദിവസം കൂടുമ്പോൾ നിങ്ങളിത് ചെയ്തു കൊടുക്കണം കേട്ടല്ലോ.
അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ ടിപ്സുകളൊക്കെ പ്രയോജനത്തിന് ശേഷം ഇഷ്ടം പോലെ വഴുതനങ്ങ ഇവിടെ ഉണ്ടാവാറുണ്ട്. ഇപ്പം എബിന് എപ്പോഴും പറയാറുണ്ടല്ലോ ഈ വഴുതനങ്ങയൊക്കെ കഴിച്ച് കുഴഞ്ഞു എന്ന്. അപ്പം നമ്മുടെ ഈ ടിപ്സൊക്കെ നമ്മളൊന്ന് പ്രയോഗിക്കുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ വഴുതനങ്ങയൊക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടാകും. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് പ്രയോഗിച്ച് നോക്കുക. എന്നിട്ട് ഈ വളപ്രയോഗങ്ങളൊക്കെ ചെയ്യുക. നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ വെച്ച് തന്നെയാണ് നമ്മളിതെല്ലാം ചെയ്യുന്നതെന്ന് ഓർക്കണം. അപ്പം പിന്നെ കുറേ പേര് ഇപ്പം പറയുന്നുണ്ട് വീട്ടിൽ വേസ്റ്റ് ഇല്ല എന്ന് കൂടെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ കൃഷി രീതികളൊക്കെ ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ, പ്രയോജനപ്പെടുന്നു എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ വിളവൊക്കെ കിട്ടുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്താൽ എല്ലാവരും നമ്മുടെ കേരളത്തിലെ മൊത്തത്തിലുള്ള ജനങ്ങളെല്ലാം ഒന്ന് കൃഷിയിലോട്ട് വരും. അത് ഒരു ഭയങ്കര സന്തോഷമാണ്. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജും കൂടെ ഒന്ന് ലൈക്ക് ചെയ്ത് വിടുക. നന്ദി, നമസ്കാരം.